ഇവിടെ നമ്മൾ പത്തിലേക്ക് കഴിയുമ്പോൾ നമ്മൾക്ക് ക്ലാസ്സിൽ ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ തൂക്കുവായിരുന്നിങ്ങനെ പൂർണ്ണമായിട്ട് തൂക്കുവാരി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അടിച്ചു വാരി കഴിഞ്ഞാൽ ചാണകങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇരിക്കുന്നത്. അതായത് ആദ്യത്തെ പാത്രത്തിൽ ചാണകമുള്ള നീരാണ്, ചാണകത്തിൽ കാരണം അടിച്ചു വാരി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് തീയിട്ട് കൊടുക്കുക. അപ്പോൾ തീയിടുന്നതിന് പ്രതികരണമായിട്ടാണ് നമ്മൾ കടുക് നമ്മൾ കടുക് വിതറി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തീയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നുകൂടെ ശുദ്ധീകരിക്കും, വീണ്ടും ചാണകം തരും. അത് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചഗവ്യം പശുവിന് അറിയാലോ. പഞ്ചഗവ്യത്തിൻ്റെ പാല്, തൈര്, പാല്, തൈര്, നെയ്യ്, ചാണകം, ഗോമൂത്രം, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പശുവിന് കൊടുത്താലും നമ്മൾ കൊടുക്കുന്നതിൻ്റെ പശുവിന് കൊടുക്കും. നമ്മൾ കഴിക്കുന്നതിന് കൊടുക്കുന്ന വളരെ ചുരുക്കമാണ്. എന്ത് കൊടുത്താലും പശു എല്ലാം നമുക്ക് ഉപയോഗിക്കുന്നില്ലേ? തന്നെ ഗോമൂത്രം അല്ലേ, പഞ്ചഗവ്യം നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗോമൂത്രത്തിൽ മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതാ നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് പശുവിൻ്റെ മൂത്രം, പശുവിൻ്റെ ചാണകം, പശുവിൻ്റെ പാല്, നെയ്യ്, തൈര് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഉപയോഗിച്ചാൽ നമ്മൾ പശുവിന് എന്തൊക്കെ കൊടുക്കും? പഴം നിന്നിട്ട് തൊലിയോ അല്ലേ? ഇല്ലേ, ഒരു ദിവസം പഴയ കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ഉള്ളില്ല. അപ്പൊ എന്ത് ചെയ്യും? അത് പശുവിന് കൊടുക്കും. എന്ത് പശുവിന് കൊടുത്താലും പശു എന്തെങ്കിലും മോശമായിട്ട് നമുക്ക് തരുമോ? ഒരിക്കലും തരില്ല. പക്ഷെ ഇതെല്ലാം നമുക്ക് അമൃതമായി മാറും. അമൃതമാണ് പശു തരുന്നത്. അങ്ങനെ തരുന്ന പശു തരുന്ന 5 വിധം കാര്യങ്ങൾ കൂട്ടി നമ്മൾ പഞ്ചഗവ്യം കൂട്ടുകയാണ്. അതിന് അതീവ പ്രാധാന്യമുള്ളതാണ്. ഇത് ചാണകം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ചാണകം എന്ന് പേര് പറഞ്ഞു? അപ്പോൾ പശു ചാണകം ഇട്ട് കൊടുക്കില്ല. നമ്മൾ കുറച്ച് ചാണകം ഇട്ട് വെച്ചാൽ ഒരു ചാണകം, ഈ ചാണകത്തിൽ നിന്ന് ഒരു ചാണകം റൗണ്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കീടങ്ങളും പിന്നെ ഉണ്ടാവില്ല. ചാണകം ഇരിക്കുന്നത് ഒരു ചാണകത്തിൽ അതിന്റെ റൗണ്ടിൽ ഒരു കീടങ്ങളും പിന്നെ നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ചാണകം എന്നതിന്റെ പേര് വരാൻ കഴിയും. അപ്പൊ നമ്മള് ഈ അടിച്ചു വാരി കഴിഞ്ഞാൽ വീടുകളിൽ നമ്മൾ അടിച്ചു വാരി ചാണകം തെളിക്കുന്നത് പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും അപൂർവ ചില വീട്ടുകൾ കാണും. ചാണകം തെളിച്ചാൽ അത്ര ശുദ്ധിയാണ്, നല്ല ഭയങ്കര ശുദ്ധിയാണ് എല്ലാം. അപ്പൊ പിന്നെ വേറെ ശുദ്ധിയും നമ്മൾ വേറെ ചെയ്യാമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ആ പഞ്ചഗവ്യം കൊണ്ട് നമ്മൾ വീണ്ടും ശുദ്ധീകരിക്കുക. തെളിച്ച് പിന്നെ നമ്മൾ സ്ത്രീയോട് തെളിച്ചിട്ട് നമ്മൾ ക്ഷേത്രത്തിന്റെ ചുറ്റിലെ മൊത്തത്തിൽ നമ്മൾ നൽകിയ അതാണ് പഞ്ചഗവ്യം കൊണ്ട് ധരിക്കുന്നത്. വീണ്ടും നമ്മൾ അപ്പം പൂർണ്ണ ശുദ്ധിയായി കഴിഞ്ഞാൽ പിന്നെ ചൈതന്യ വർദ്ധനു വേണ്ടിയ അഷ്ടഗന്ധം 8 കൂട്ടം ഗന്ധങ്ങളുള്ള വസ്തുവാണ് നമ്മൾ നൽകുന്നത്. അഷ്ടഗന്ധ ജലമാണ് ഉപയോഗിച്ച് വെച്ചിരിക്കുന്നത്. ഈ ജലം നൽകും. ഇത് കഴിഞ്ഞാൽ പിന്നെ അക്ഷരം ക്ഷതമില്ലാതെ നാശമില്ലാതെ അഭിവൃദ്ധിയിലേക്കുള്ള ഉയർച്ചയാണ് പിന്നീട് നാശം. അതിനാണ് നമ്മൾ അക്ഷരം നൽകുന്നത്. പിന്നെ ധൂപം, ദീപം, പിന്നെ കർപ്പൂരാരം, അങ്ങനെ 12 കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രാസാദശുദ്ധി ക്രിയകൾ ചെയ്യുന്നത്. ഇനി എന്താണ് പ്രാസാദശുദ്ധി? നാളെ ഇത് വിഭജിച്ചു. പ്രാസാദശുദ്ധി ക്രിയകൾക്ക് ഇങ്ങനെ 12 കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ശേഷം കാര്യങ്ങൾ മനസ്സിലായി കാണുന്നത് എനിക്കറിയാനുള്ള കാര്യങ്ങളാണ്. എനിക്ക് മേലെ കാര്യങ്ങളുണ്ട്. നമുക്കിങ്ങനെ ഓരോന്ന് വിവരിക്കാനുണ്ട്. ഓരോന്ന് വിവരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നന്നായിരിക്കും. എല്ലാവരും സമയം പോകുന്നുണ്ട്. ഇതാണ് ഇന്ന് നടത്തുന്ന കാര്യങ്ങൾ കേട്ടോ. നാളെ ഇനി അടുത്ത കാര്യങ്ങളാണ് നാളെ നമ്മൾ നടത്തുന്നത്. അതിൻ്റെ കാര്യങ്ങൾ എന്നാൽ എല്ലാവരും കൂടെ നമുക്കൊന്ന് ഇവിടെ നിന്നിട്ട് ആദ്യം നമുക്ക് ഭദ്രാവതിക്കാണ്.